സോ ഗൈസ്, ഇന്ന് നമ്മൾ ശംഖുമുഖം ബീച്ചിലോട്ടാണ് വന്നേക്കുന്നത്. ഇവിടെ ഇപ്പം നൈറ്റ് ലൈഫൊക്കെ ഭയങ്കര അടിപൊളിയാന്ന് പറഞ്ഞിട്ട് വന്നതാണ്. കുറേ ഇൻഫ്ലുവൻസേഴ്സിൻ്റെ വീഡിയോ ഒക്കെ കണ്ടു. അതിന് തൊട്ടടുത്തായിട്ട് മുത്തുച്ചിപ്പി എന്ന് പറഞ്ഞൊരു പാർക്കുണ്ട്. പിള്ളേരെയും കൊണ്ട് പോയാൽ ഭയങ്കര സൂപ്പറാന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഞങ്ങൾ അങ്ങോട്ട് വന്നേക്കുവാണ്. എൻട്രി ഫ്രീ ആണെന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ എൻട്രി ചെയ്ത് കഴിഞ്ഞാൽ ഇതിനകത്ത് വേറെ നമുക്കൊന്നും ചെയ്യാനില്ല. പൈസ കൊടുത്താൽ മാത്രമേ നമുക്ക് ഇതേപോലത്തെ ടണലിലും ഒക്കെ കയറാനായിട്ട് പറ്റുള്ളൂ. ആദ്യം ഞങ്ങൾ കയറിയത് ഈ ഇലൂഷൻ ടണലിലാണ്. ഒത്തിരി വലിയ സെറ്റപ്പ് ഒന്നും അല്ല കേട്ടോ. ഇതേപോലെ ഈ ടണൽ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യും. അതേപോലെ ലൈറ്റും ഉണ്ട്, മ്യൂസിക്കും ഉണ്ട്. എനിക്ക് പിന്നെ കയറിയപ്പോൾ തന്നെ തലകറക്കം ആയതുകൊണ്ട് അപ്പം തന്നെ ഞാൻ ഇറങ്ങിയിട്ടുണ്ടായിരുന്നേ. ഇവിടെ നമുക്ക് ഓരോ ആക്ടിവിറ്റി കോംബോ ആയിട്ട് ഇൻഡിവിജ്വൽ ആയിട്ടും എടുക്കാവേ. പിന്നെ ഈ ഇലൂഷൻ ടവർ കഴിഞ്ഞിട്ട് ഞങ്ങൾ കയറിയത് ഈ മിറർ ഹൗസിലായിരുന്നു. ഇതിൽ രണ്ടിലും പിള്ളേർക്ക് ഫ്രീ ആയിരുന്നു. നമുക്ക് രണ്ടുപേർക്കും കോംബോ ആയിട്ട് എടുത്തായിരുന്നു നമ്മൾ കയറിയിട്ടുണ്ടായിരുന്നത്. നമുക്ക് ഗെയിം കളിക്കാം. നമുക്ക് ഗെയിം കളിക്കാം. എത്ര ടൈമുള്ള ഇച്ച പോകും നോക്കാം. അവിടെ തന്നെ അല്ലേ എൻട്രി? ആ ചേട്ടാ, ഞാനപ്പോ ആദ്യം മൂക്കിടിച്ച് വീഴട്ടെന്ന്. കഴിഞ്ഞ് ആരാണ് ഏറ്റവും പെട്ടെന്ന് പുറത്തിറങ്ങുന്നതെന്നുള്ള ഗെയിമൊക്കെ കളിക്കാൻ വേണ്ടി ഞങ്ങൾ പ്ലാൻ ചെയ്തപ്പോഴത്തേക്ക് കയറിയത് പറഞ്ഞില്ല, ഇറങ്ങിയത് പറഞ്ഞില്ല. ആകെപ്പാടെ ഒരു ഇട്ടാവട്ട സ്ഥലത്തേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ ഈ മിറർ ഹൗസ്. ഇവിടെ പിന്നെ പിള്ളേർക്ക് പറ്റിയെന്ന് പറയാൻ ഈ ബൗൺസിങ് സ്ലൈഡും ട്രാംപോളിനും മാത്രമേ ഉള്ളൂ. പാർക്കിൽ വന്നതിന്റെ മെയിൻ ഉദ്ദേശം ഹീസപ്പിനെ കളിപ്പിക്കാനായിരുന്നു. പക്ഷെ അവളാണെങ്കിൽ ബൗൺസിങ് സ്ലൈഡിൽ കയറില്ല, ഈ ട്രാംപോളിനിൽ മാത്രമേ കയറിയുള്ളൂ. എന്നാൽ പിന്നെ അവൾക്കൊരു സന്തോഷം ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് പിന്നെ ഞങ്ങൾ ഈ ട്രെയിനിൽ കയറി കേട്ടോ. ഞങ്ങൾ 3 പേരുടെ ട്രെയിനിൽ കയറിയിട്ട് ഞങ്ങൾ മാത്രമേ ആ ട്രെയിനിൽ അന്നേരം ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. ഈ ഒരു പാർക്കിന് ചുറ്റും അവരൊന്ന് കറക്കിയിട്ട് വരും. 2 തവണയൊക്കെ കറക്കും കേട്ടോ. വലിയ സംഭവമായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ പിള്ളേർക്കൊരു വലിയ സംഭവമാണ്, നമുക്ക് പ്രത്യേകിച്ച് സംഭവമൊന്നുമില്ല. സോ ഗൈസ്, ഞങ്ങള് മുത്തുച്ചിപ്പി പാർക്കിൽ പോയിട്ട് അതിന്റെ പേര് മുത്തുച്ചിപ്പി എന്നൊന്നുമല്ല കേട്ടോ, ഗെയിം സോൺ ശംഖുമുഖം അതിന്റെ പേര് അങ്ങനെയാണ്. പക്ഷെ വീഡിയോയിൽ എല്ലാവരും ഇട്ടേക്കുന്ന പോലത്തെ വലിയ സെറ്റപ്പ് ഒന്നുമില്ല. ഒരു ഹോളിന്റെ ഒരു വട്ടം, അതിൻ്റെ അകത്ത് ഒരു ബോട്ടക്സ് പിന്നെയും കുഴപ്പമില്ല സംഭവം. എനിക്ക് ഗുണമൊന്നുമില്ല, ഇവക്ക് തല ഇറങ്ങി, അതുകൊണ്ട് അത് ഗുണമുണ്ടായിരുന്നു. പക്ഷെ മിറർ മെയ്സ് വെറുതെ ആയിരുന്നു. നമ്മൾ കയറുമ്പോൾ വിചാരിക്കും കുറെ മെയ്സ് ഉണ്ടാവും. നമ്മൾ ജസ്റ്റ് കയറി കഴിഞ്ഞാൽ ഉടനെ ഒരു വട്ടം കറങ്ങി ഇങ്ങനെ ഇറങ്ങുകയായിരുന്നു. വേറെ ഒന്നും ഇല്ല എൻ്റെ. അപ്പോൾ അതിനൊരു 100 രൂപ ഒക്കെ ഒരാൾക്ക് ടിക്കറ്റ് ചാർജ് എന്ന് പറഞ്ഞാൽ ഇച്ചിരി കൂടുതലാണ്. അതൊന്നും ചെയ്യാനില്ല അതിനകത്ത്. പിന്നെ ഒരു ബൗൺസിങ് സംഭവം ഉണ്ടായിരുന്നു. പിള്ളേർക്ക് അധികം പരിപാടിയൊന്നും ഇല്ല സത്യത്തിൽ പറഞ്ഞു. ചുമ്മാ ഒരു കുറച്ചുകൂടെ റൈഡൊക്കെ വന്നു കഴിയുമ്പോൾ കുറച്ചുകൂടെ റൈഡ് വരികയും പൈസ ഒരു കോസ്റ്റ് കുറയ്ക്കുകയും ചെയ്താൽ വന്നു പെട്ടെന്ന് വലിയ പാർക്കായിരിക്കണം വിചാരിച്ചു വന്നു പെട്ടെന്ന് പരിപാടി ബീച്ചിലോട്ട് കയറാം. 15 മിനിറ്റ് സംഭവം എല്ലാം കഴിഞ്ഞു കേട്ടോ. ഇനിയിപ്പോ ഞങ്ങള് ബീച്ചിലോട്ട് ഇറങ്ങാന്ന് വിചാരിച്ചു. അങ്ങോട്ട് ഡയറക്റ്റ് പോയതുകൊണ്ട് സൺസെറ്റ് ഒട്ട് കാണാനും പറ്റിയില്ല. നമ്മുടെ ശംഖുമുഖം ബീച്ച് ആകെപ്പാടെ മാറി കേട്ടോ. ഇവിടെ ആണെങ്കിൽ കുറേ ഷോപ്പുകളൊക്കെ ഇപ്പോൾ വന്നിട്ടുണ്ട്. ഞങ്ങൾ ആദ്യം ഈ കോസ്റ്റൽ കിച്ചണിൽ ഒന്ന് കയറിയിട്ടുണ്ടായിരുന്നു. ഇവിടെ ആണെങ്കിൽ കുറേ മലപ്പുറം തലശ്ശേരി ഭാഗത്തെയാണെന്ന് തോന്നുന്നു കുറേ ഡിഷസ് ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ 1-2 എണ്ണമൊക്കെ വാങ്ങിച്ച് ട്രൈ ചെയ്ത് കേട്ടോ. ഇതാണെങ്കിൽ ഹീസപ്പം മാക്രോണി വേണമെന്ന് പറഞ്ഞിട്ട് അത് വാങ്ങിച്ചു. പിന്നെ വാങ്ങിച്ചത് ഈ ചട്ടിപ്പത്രി ആയിരുന്നു കേട്ടോ. ഈ ഐറ്റം നല്ല അടിപൊളി സാധനമായിരുന്നു. ഫസ്റ്റ് ടൈം ആയിരുന്നു ഞങ്ങളിത് ട്രൈ ചെയ്യുന്നത്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇപ്പം ഫേമസ് ആയിക്കൊണ്ടിരിക്കുന്ന കൂന്തൽ നിറച്ചതാണ്. ഇതും നല്ല അടിപൊളി ഒരു ഐറ്റം ആയിരുന്നു. ബീച്ചിൽ പോകുന്നവരൊക്കെ ഈ കോസ്റ്റൽ കിച്ചണിൻ്റെ ഫുഡ് വാങ്ങിച്ച് ട്രൈ ചെയ്ത് നോക്കുന്നത് നല്ലതായിരിക്കും. പിന്നെ നമ്മൾ ഓർക്കുന്നുണ്ടോ ശംഖുമുഖം ബീച്ചിൽ പണ്ടുണ്ടായിരുന്ന കോഫി ഹൗസ്? അതിപ്പോൾ താണ്ട് ഈ ഒരു ലുക്കിലായിട്ടുണ്ടായിരുന്നേ. പണ്ടാണെങ്കിൽ ഇതിൻ്റെ തൊട്ട് ഫ്രണ്ടിലായിട്ട് നമ്മുടെ റോഡായിരുന്നു. പക്ഷേ ഇപ്പം അങ്ങനെയല്ല കേട്ടോ. ഇതിൻ്റെ തൊട്ട് ഫ്രണ്ടിലായിട്ട് തന്നെ ഇപ്പോൾ ബീച്ചാണ്. അവിടെ ആണെങ്കിൽ നമുക്ക് ഇരുന്നുകൊണ്ട് ബീച്ചിലെ കാറ്റൊക്കെ കൊണ്ടിരിക്കാനും പാനിപ്പൂരിയും പല സാധനങ്ങൾ കഴിക്കാനായിട്ടുള്ള കുറേ ഷോപ്പുകളും ഒക്കെ ഉണ്ട്. പിന്നെ പിള്ളേർക്ക് പറ്റിയ കുറേ ടോയ്സ്, നമുക്ക് പറ്റിയ കുറേ ഇയറിങ്സ് എല്ലാം ഉണ്ട് കേട്ടോ. നമ്മുടെ പണ്ടത്തെ ശംഖുമുഖം ഒന്നും അല്ല കേട്ടോ. ഇപ്പം ശംഖുമുഖം ആകെ മാറിയിരിക്കുന്നു. ചെറിയ രീതിയിൽ നമ്മുടെ വർക്കലയൊക്കെ പിടിക്കാനുള്ള അതെന്ന് ആ ഒരു വൈബിലോട്ട് എത്താൻ വർക്കല പോലെ ഒന്നുമല്ല. പക്ഷെ പണ്ട് നമ്മൾ ശംഖുമുഖം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറും ബീച്ച് മാത്രമേ ഉള്ളൂ. പിന്നെ ആകെ ഉള്ള കണ്ടേ ഈ കാണുന്ന കോഫി ഹൗസ് ഇതായിരുന്നു ആകെ ഉണ്ടായിരുന്നു. ഇപ്പൊ അങ്ങനല്ല, മൊത്തം കടകളും കുറച്ചും കൂടെ വെച്ച് ലൈവ്ലി ആയി. അതാണ് ഉദ്ദേശിക്കുന്നത്. വർക്കലേന്നല്ല എന്നാലും അയ്യോ ഇവിടെ ആയിരുന്നു നല്ല വട്ടം. ചെറിയ സ്നാക്സ് ഓപ്ഷൻസ് ഇല്ല. ഇപ്പൊ പാനിപൂരി ആണെങ്കിലും കോണാണെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ ഈ സ്നാക്ക് ഐറ്റംസ് ആയിട്ട് അങ്ങനത്തെ കുറച്ച് കടകളും കാര്യങ്ങളൊക്കെ വന്ന് കാണാൻ വെച്ച് ഇവിടെ ലൈവ്ലി ആക്കി. അതാണ് ഐറ്റം. അല്ലാണ്ട് വർക്കല ജിപി പറഞ്ഞ് ഞങ്ങൾ വന്നില്ല. അത് നമ്മൾ നഷ്ടക്കച്ചവടമായി കേട്ടോ. ഈ ബീച്ചിൽ ഒരു വൈബ് ഉണ്ട്. ചുമ്മാ ഒന്ന് രാത്രിയിൽ ഇങ്ങനെ ഒന്ന് നടക്കാം എന്നുള്ളതല്ല. ഇനി അടുത്ത് നമുക്ക് ഫുഡ് അടിക്കാൻ പോകാം അല്ലേ? വരുന്ന വഴിക്കാട്ടോ ഈ മിസ്റ്റർ കെയിൻ്റെ ജ്യൂസ് കട കണ്ടത്. അവിടെ നിന്ന് പിന്നെ ഞങ്ങളൊരു ജ്യൂസൊക്കെ കുടിച്ചു. നല്ല അടിപൊളി ജ്യൂസായിരുന്നു. നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയി. അങ്ങനെ ഡിന്നർ കഴിക്കാനായിട്ട് പ്ലേറ്റ് എത്തി.
പ്ലേറ്റഡ് വന്നു. നമ്മൾ ഉദ്ദേശിച്ച പോലെ നമുക്ക് കിട്ടിയില്ല. ഞാൻ മാറ്റ് ഷെഫ് പറഞ്ഞു അതിൻ്റെ അത് ഏറ്റവും വലിയ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് തന്നെ അറിയത്തില്ല ഏത് എന്താണെന്ന്. കാരണം കൊണ്ടുവച്ച ഐറ്റം എല്ലാം എനിക്ക് നമ്മൾ താമസിച്ചുകൊണ്ടായിരിക്കാം, പക്ഷേ കൊണ്ടുവച്ച എല്ലാം ഒരേപോലെ തോന്നിയത്. കാന്താരി അൽഫാം പറഞ്ഞു, അത് മൊത്തം കരിഞ്ഞു പോയി. തിരിച്ചു കൊടുത്തു. അവരത് ഓക്കെ പറഞ്ഞു. നമുക്ക് ആ ഒരു മാറ്റ് ഷെഫിൻ്റെ മാത്രമേ നമ്മൾ പൈസ കൊടുക്കേണ്ടി വന്നു. പക്ഷേ നമ്മുടെ ഒരു പ്രതീക്ഷ എന്താ പറയുക, പ്രതീക്ഷ പോലെ ആയില്ല. ചിലപ്പോ എനിക്ക് തോന്നുന്നു ഇത് അധികം ആൾക്കാർ വരാത്ത പ്ലേറ്റഡ് ആണോ ഇവിടെ, അറിയില്ല കേട്ടോ. എന്തുവായാലും കൊള്ളാം. കുഴപ്പമില്ല, പക്ഷെ ചിക്കൻ കുഴപ്പമൊന്നുമില്ല. ചിക്കൻ കുഴപ്പമില്ല, അതാ പ്രശ്നം. നോർമൽ ചിക്കനാണ് നമ്മൾ ഉദ്ദേശിച്ച. ഇപ്പം മെക്സിക്കൻ ടാങ്കോ അല്ലെങ്കിൽ പാപ്രിക്ക അതൊന്നും ഫീലേ ചെയ്തില്ല. ഇന്നത്തെ ഇതാണ്ട് പരിപാടികളൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഇനി തിരിച്ച് വീട്ടിലോട്ട് പോവാണ്. അപ്പൊ ശരി, ബൈ.